നിലമ്പൂരിലെ സ്വതന്ത്രലോകം സെമിനാറിൽ അവതരിപ്പിക്കാൻ വേണ്ടി തയ്യാറാക്കുന്ന ഫിത്ന എന്ന ഒരു വിഷയമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഫിത്ന എന്ന വാക്ക് നമ്മളൊക്കെ സാധാരണ മലയാളത്തിൽ തന്നെ ഉപയോഗിക്കാറുള്ളൊരു വാക്കാണ്. ഫിത്ന എന്ന വാക്കിന് നമ്മൾ പൊതുവായി വിവക്ഷിക്കുന്ന അർത്ഥം കുഴപ്പം എന്നാണ്. പലതരം കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നതിനെയാണ് ഫിത്ന ഉണ്ടാക്കുക എന്ന് നമ്മളൊക്കെ പറയാറുള്ളത്. എന്നാൽ ഇസ്ലാമിൻ്റെ ലോകത്തേക്ക് കടന്നാൽ ഈ ഫിത്ന ഒരുപാട് ഫിത്നകൾക്ക് കാരണമായിട്ടുള്ള ഒരു വാക്കാണ്. ഫിത്ന എന്ന് ഖുർആനിൽ പല സ്ഥലത്തും പരാമർശിച്ചിട്ടുണ്ട്. അവിടെയെല്ലാം ഫിത്നയ്ക്ക് വ്യത്യസ്തമായ അർത്ഥങ്ങളും വ്യത്യസ്തമായിട്ടുള്ള ആശയവ്യാഖ്യാനങ്ങളുമാണ് വന്നിട്ടുള്ളത്. ഇസ്ലാമിൻ്റെ ചരിത്രം എടുത്തു നോക്കുകയാണെങ്കിൽ ചരിത്രത്തിൻ്റെ ഒരു സാങ്കേതിക പദം എന്ന നിലക്ക് ഫിത്നയെ എടുക്കുകയാണെങ്കിൽ സിവിൽ വാർ എന്നാണ് ഫിത്ന കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആഭ്യന്തര കലാപങ്ങൾ, ഭരണകർത്താക്കൾക്കെതിരായിട്ട് നടക്കുന്ന കലാപ നീക്കങ്ങൾ, ഇതിനെയാണ് ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ സാങ്കേതികമായി ഫിത്ന എന്ന് വിവക്ഷിക്കുന്നത്. നമുക്ക് ഖുർആനിൽ തന്നെയുള്ള ഏതാനും ഫിത്നകളുടെ ആയത്തുകൾ ഉദാഹരണമായിട്ടെടുത്തുകൊണ്ട് ഖുർആനിലെ ഫിത്ന എന്ന വാക്ക് തന്നെ ഇസ്ലാമിക ലോകത്ത് ചരിത്രത്തിൽ കഴിഞ്ഞ 14 നൂറ്റാണ്ടുകളായി ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്ന അനന്തമായ ഫിത്നകൾക്ക്, അനന്തമായ കലാപങ്ങൾക്കും അക്രമങ്ങൾക്കും ഈ വാക്ക് തന്നെ കാരണമായതിൻ്റെ ഒരു ചരിത്രം കൂടിയാണ് ഞാനിവിടെ വിശകലനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഖുർആനിലെ 2-ാം അധ്യായത്തിലെ 193-ാമത്തെ വാക്യവും 8-ാം അധ്യായത്തിലെ 39-ാമത്തെ വാക്യവുമാണ് നിങ്ങൾ ഈ കാണുന്നത്. വ ഖാത്തിലൂഹും ഹത്താ ലാ തക്കൂന ഫിത്നത്തൻ വയക്കൂന ദീനു ലില്ലാഹി എന്നാണ് 2-ാം അധ്യായത്തിലെ 193-ൽ പറയുന്നത്. അതിൻ്റെ അർത്ഥം ഫിത്ന അവശേഷിക്കാതിരിക്കുകയും ദീൻ അള്ളാഹുവിൻ്റേതായിത്തീരുകയും ചെയ്യുന്നോളം നിങ്ങൾ അവരോട് കാത്തിലൂ, യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക എന്നാണ്. ഇനി 8-ാം അധ്യായത്തിലെ 39-ാം വാക്യത്തിൽ പറയുന്നത് അതേ കാര്യം തന്നെയാണ്, പക്ഷെ അവിടെ ഒരു വാക്കുകൂടെ കൂട്ടിച്ചേർത്തിട്ടുണ്ട് അധികമായിട്ട്. വ കാത്തിലൂഹും ഹത്താ ലാ തക്കൂന ഫിത്നത്തൻ വയക്കൂന ദീനു കുല്ലുഹു ലില്ലാഹി. ആ കുല്ലുഹു അതിലധികം വന്നിട്ടുണ്ട്. ഫിത്ന അവശേഷിക്കാതാവുന്നത് വരെയും ദീൻ പൂർണ്ണമായും അള്ളാഹുവിനായിത്തീരുന്നത് വരെയും നിങ്ങൾ യുദ്ധം ചെയ്യുക. അപ്പോൾ ആദ്യത്തേൽ പൂർണ്ണമായും എന്നുള്ള വാക്കുണ്ടായിരുന്നില്ല, 2-ാമത്തേൽ പൂർണ്ണമായും ദീൻ അള്ളാഹുവിൻ്റേതാകുന്നത് വരെയും ഫിത്ന പൂർണ്ണമായി അവസാനിക്കും വരെയും ഖാത്തിലൂ, യുദ്ധം ചെയ്യുക എന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി 2-ാം അധ്യായത്തിൽ തന്നെ 217-ാമത്തെ വാക്യം നോക്കുക. അതിൽ വൽ ഫിത്നത്ത അക്ബറും മിനൽ ഖത്ലി, ഫിത്ന കൊലപാതകത്തേക്കാൾ വലുതാണ് അല്ലെങ്കിൽ ഗുരുതരമാണ് എന്നൊരു പ്രയോഗം ഈ ആയത്തിൻ്റെ നടുവിൽ വരുന്നുണ്ട്. ആയത്ത് പൂർണ്ണമായിട്ട് വായിക്കുകയാണെങ്കിൽ വിലക്കപ്പെട്ട മാസത്തിൽ യുദ്ധം ചെയ്യുന്നതിനെപ്പറ്റി അവർ നിന്നോട് ചോദിക്കുന്നു, പറയുക ആ മാസത്തിൽ യുദ്ധം ചെയ്യുന്നത് വലിയ അപരാധം തന്നെയാകുന്നു. എന്നാൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് തടയുന്നതും അവനിൽ അവിശ്വസിക്കുന്നതും മസ്ജിദുൽ ഹറമിൽ നിന്ന് തടയുന്നതും അതിൻ്റെ അവകാശികളെ അവിടെ നിന്ന് പുറത്താക്കുന്നതും അള്ളാഹുവിൻ്റെ അടുക്കൽ കൂടുതൽ ഗൗരവമുള്ളതാകുന്നു. ഫിത്ന കൊലയേക്കാൾ ഗുരുതരമാകുന്നു. അവർക്ക് സാധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മതത്തിൽ നിന്ന് നിങ്ങളെ പിന്തിരിപ്പിക്കുന്നതുവരെ അവർ നിങ്ങളോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങളിൽ നിന്ന് ആരെങ്കിലും തൻ്റെ മതത്തിൽ നിന്ന് പിന്മാറി സത്യനിഷേധിയായിക്കൊണ്ട് മരണപ്പെടുന്ന പക്ഷം അത്തരക്കാരുടെ കർമ്മങ്ങൾ ഇഹത്തിലും പരത്തിലും നിഷ്ഫലമായിത്തീരുന്നതാണ്. അവരാകുന്നു നരകാവകാശികൾ, അവരതിൽ നിത്യവാസികളായിരിക്കും. ഇനി ആദ്യം വായിച്ച ഫിത്ന 2-ാം അധ്യായത്തിലെ 193-ാം വാക്യത്തിൽ പറയുന്ന ഫിത്ന എന്താണ് എന്ന്, ഫിത്ന അവസാനിക്കുവോളം ദീൻ അള്ളാഹുവിൻ്റേതാകുവോളം നിങ്ങൾ വാളെടുത്ത് യുദ്ധം ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താണ് ഈ അവസാനിക്കേണ്ട ഫിത്ന? അതിന് ഇസ്ലാമിക പണ്ഡിത ലോകം, ഖുർആനിൻ്റെ വ്യാഖ്യാതാക്കൾ നൽകിയിട്ടുള്ള അർത്ഥവും വിശദീകരണവുമാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത്. അവിടെയാണ് ആധുനിക ഇസ്ലാമിസ്റ്റുകളും പഴയകാലത്തെ ഇസ്ലാമിസ്റ്റുകളും ഇസ്ലാമിസ്റ്റുകളിൽ തന്നെയുള്ള
പല അവാന്തര വിഭാഗങ്ങളും, മൗലികവാദികൾ, സാധാരണക്കാർ, തീവ്രവാദികൾ, ഭീകരവാദികൾ തുടങ്ങിയിട്ടുള്ളവരൊക്കെ ഇതിന് നൽകുന്നത് വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങളും വ്യാഖ്യാനങ്ങളും അർത്ഥങ്ങളുമാണ്. നോബിൾ ഖുർആൻ എന്ന പേരിൽ മദീനയിൽ അച്ചടിച്ച് അവിടെ ഹജ്ജിനും തീർത്ഥാടനത്തിനും എത്തുന്ന മുഴുവൻ, ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്ന് എത്തുന്ന ആ മുഴുവൻ ആളുകൾക്കും സൗജന്യമായി വിതരണം ചെയ്തു വരുന്ന ഒരു ഇംഗ്ലീഷ് പരിഭാഷയാണ് നോബിൾ ഖുർആൻ. ഈ ഇംഗ്ലീഷ് പരിഭാഷയിൽ ഈ 2-ാം അധ്യായത്തിൻ്റെ 193-ാം വാക്യത്തിന് നൽകിയിട്ടുള്ള അർത്ഥമാണ് ഈ കാണിച്ചിട്ടുള്ളത്. ആൻഡ് ഫൈറ്റ് ദം അണ്ടിൽ ദർ ഈസ് നോ മോർ ഫിത്ന. ഫിത്നയ്ക്ക് ബ്രാക്കറ്റിൽ അർത്ഥം കൊടുത്തിരിക്കുന്നു ഡിസ്ബിലീഫ് ആൻഡ് വേർഷിപ്പിംഗ് ഓഫ് അതേഴ്സ് അലോങ് വിത്ത് അള്ളാഹ് എന്ന് വെച്ചാൽ കുഫ്റും ഷിർക്കും എന്നാണ് അതിൻ്റെ അറബി പദം. ബഹുദൈവ ആരാധന അല്ലെങ്കിൽ അള്ളാഹുവേതര ദൈവങ്ങളെ ആരാധിക്കുന്ന ഷിർക്കും പിന്നെ അള്ളാഹുവിലും മുഹമ്മദിലും ഖുർആനിലുമുള്ള അവിശ്വാസവും, ഇതിനാണ് ഫിത്ന എന്ന് പറയുന്നത് എന്നാണ് ബ്രാക്കറ്റിൽ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഓൾ ആൻഡ് എവറി കൈൻഡ് ഓഫ് വേർഷിപ്പ് ഈസ് ഫോർ അള്ളാഹ് എലോൺ. എല്ലാ ആരാധനയും അള്ളാഹുവിനാകുന്നത് വരെയും ഫൈറ്റ് ചെയ്യണം. ഫിത്ന അവസാനിക്കും വരെ നിങ്ങൾ വാളെടുത്ത് യുദ്ധം ചെയ്യണം എന്ന് പറഞ്ഞ ഖുർആൻ വാക്യത്തിൻ്റെ യഥാർത്ഥ അർത്ഥമായിട്ട് ലോകം മുഴുവൻ സൗദി അറേബ്യയിൽ നിന്ന് അച്ചടിക്കുന്ന ഖുർആനിലടക്കം പ്രചരിപ്പിക്കുന്ന ആശയം ഫിത്ന എന്ന് പറഞ്ഞാൽ ശിർക്കും കുഫറുമാണ്. അതായത് അള്ളാഹു അല്ലാത്ത ദൈവങ്ങളെ ആരാധിക്കലാണ് ഫിത്ന. അള്ളാഹുവിലും അവൻ്റെ ദൂതനിലും അവൻ്റെ പുസ്തകത്തിലും ഇസ്ലാം എന്ന മതത്തിലും വിശ്വസിക്കാതിരിക്കലാണ് ഫിത്ന. ഈ ഫിത്ന ലോകത്ത് അവസാനിക്കുകയും ദീൻ മുഴുവൻ അള്ളാഹുവിൻ്റേതായി തീരുകയും ചെയ്യുന്നത് വരെ നിങ്ങൾ യുദ്ധം ചെയ്യുക. ഇനി എന്താണ് ദീൻ? അവിടെയുണ്ട് പ്രശ്നം. ദീനും ഒരുപാട് അർത്ഥ വ്യത്യാസങ്ങളുള്ള ഒരു പദമാണ്. ദീൻ എന്ന നമ്മളൊക്കെ മതം എന്നാണ് അതിന് പൊതുവിൽ അർത്ഥമായിട്ട് പറയുന്നത്. പക്ഷേ ഇതിനും ഇസ്ലാമിക പണ്ഡിത ലോകത്ത് പലതരത്തിലുള്ള വിശദീകരണങ്ങളും വ്യാഖ്യാനങ്ങളുമാണ് വന്നിട്ടുള്ളത്. ഇനി 8:39 വഖാത്തിലൂഹും ഹത്താ ലാ തകൂന ഫിത്നത്തുൻ വയകൂന ദീനു കുല്ലുഹു ലില്ലാഹി എന്ന് പറയുന്ന ആ വാക്യത്തിന് നോബിൾ ഖുർആനിൽ കൊടുത്തിരിക്കുന്ന അർത്ഥം നോക്കൂ. ആൻഡ് ഫൈറ്റ് ദം അണ്ടിൽ ദർ ഈസ് നോ മോർ ഫിത്ന, ദാറ്റ് ഈസ് ഡിസ്ബിലീഫ് ആൻഡ് പോളിത്തിസം, ദാറ്റ് ഈസ് വർഷിപ്പിംഗ് അതേഴ്സ് ബിസൈഡ് അള്ളാഹ്, ആൻഡ് ദ റിലിജിയൻ ദാറ്റ് ഈസ് വർഷിപ്പ് വിൽ ഓൾ ബി ഫോർ അള്ളാഹ് അലോൺ ഇൻ ദ ഹോൾ ഓഫ് ദി വേൾഡ്. ഇവിടെയും ഫിത്ന എന്നാൽ ഡിസ്ബിലീഫും പോളിത്തിസവും ആണെന്നാണ് പറഞ്ഞത്. ബഹുദൈവ ആരാധന അല്ലെങ്കിൽ ഷിർക്ക്, അതിൻ്റെ കൂടെ കുഫ്ർ അഥവാ അവിശ്വാസം, ഇതും അള്ളാഹു അല്ലാത്ത ദൈവങ്ങളെ ആരാധിക്കലും, ഇതാണ് ഫിത്ന. ഈ ഫിത്ന അവസാനിക്കുമ്പോഴും നിങ്ങൾ ഖാത്തിലൂഹും ഫഖാത്തിലൂഹും എന്ന് പറഞ്ഞാൽ നിങ്ങൾ യുദ്ധം ചെയ്യുക, വാളെടുത്ത് വെട്ടുക എന്ന് തന്നെയാണ് അർത്ഥം. ഇനി സമാധാനവാദികളും ആധുനിക പുട്ടിയടി വ്യാഖ്യാതാക്കളും ഖാത്തിലൂഹും എന്ന് പറഞ്ഞാൽ വാളെടുത്ത് യുദ്ധം ചെയ്യലൊന്നുമല്ല, അതിങ്ങനെ പ്രബോധനം നടത്തലാണ് എന്നൊക്കെ പറഞ്ഞുള്ള വ്യാഖ്യാനങ്ങളുമായിട്ടൊക്കെ വരും. ഇനി ദീൻ എന്താണ്, ഫിത്ന എന്താണ് എന്നതിന് ഇതേ വാക്യത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് നമ്മുടെ മൗദൂദി സാഹിബ്, ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകനായ ആചാര്യൻ എഴുതിയിട്ടുള്ളതാണ് ഇനി ഞാൻ വായിക്കുന്നത്. തഫ്ഹീമുൽ ഖുർആനിൽ നിന്നെടുത്ത വ്യാഖ്യാനം. ഇവിടെ ഫിത്ന എന്ന വാക്ക് ആദ്യത്തെ അർത്ഥത്തിൽ നിന്ന് സ്വല്പം വ്യത്യസ്തമായാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ദീൻ ബ്രാക്കറ്റിൽ അനുസരണം, അള്ളാഹുവിന് പകരം മറ്റാർക്കെങ്കിലും ആവുക എന്ന അവസ്ഥയാണ് ഇവിടെ ഫിത്ന കൊണ്ടുള്ള വിവക്ഷ. യുദ്ധം കൊണ്ടുള്ള ആവശ്യം ഫിത്ന അവസാനിച്ച് ദീൻ അള്ളാഹുവിന് മാത്രമായി തീരുക എന്നതാണെന്നും സന്ദർഭത്തിൽ നിന്ന് വ്യക്തമാവുന്നുണ്ട്. ദീൻ എന്ന വാക്ക് പരിശോധിക്കുമ്പോൾ അറബി ഭാഷയിൽ അതിൻ്റെ അർത്ഥം അനുസരണമെന്നാണെന്നും സാങ്കേതിക ഭാഷയിൽ അതുകൊണ്ടുള്ള വിവക്ഷ ഒരാളെ സർവോന്നതനായി അംഗീകരിച്ച് അവൻ്റെ വിധികളും നിയമങ്ങളും അനുഷ്ഠിക്കുന്ന നിലയിൽ സ്വീകരിക്കുന്ന ജീവിത വ്യവസ്ഥയാണ് എന്നും വ്യക്തമാവുന്നതാണ്. അതിനാൽ സൃഷ്ടികളുടെ മേൽ സൃഷ്ടികളുടെ ദിവ്യത്വവും ആധിപത്യവും സ്ഥാപിതമാവുകയും സൃഷ്ടികർത്താവിൻ്റെ നിയമത്തിനൊത്ത് ജീവിതം നയിക്കുക അസാധ്യമായി തീരുകയും ചെയ്യുക എന്ന അവസ്ഥയാണ് ഫിത്ന.
എന്നും അത്തരം ഫിത്നയുടെ സ്ഥാനത്ത് മനുഷ്യൻ ദൈവത്തിൻ്റെ നിയമത്തെ മാത്രം അനുസരിക്കുന്നവനായി തീരുക എന്ന അവസ്ഥ സംജാതമാവുകയാണ് ഇസ്ലാമിക യുദ്ധത്തിൻ്റെ ലക്ഷ്യമെന്നും ദീനിൻ്റെ ഈ വിശദീകരണത്തിൽ നിന്ന് വ്യക്തമാവുന്നുണ്ട്. അപ്പോൾ മൗദൂദി ദീനും ഫിത്നയും കൂടി അങ്ങോട്ട് വ്യാഖ്യാനിച്ചിട്ട് എന്താക്കി, ശിർക്കും കുഫറും എന്ന ഇത് മാത്രമല്ല, ശിർക്കിൻ്റെയും കുഫറിൻ്റെയും അവസ്ഥയിലുള്ള നിയമവ്യവസ്ഥകളും ഭരണകൂടങ്ങളും രാഷ്ട്രീയ സംവിധാനങ്ങളും എല്ലാം ഫിത്നയാണ് എന്നും ഇസ്ലാമിക നിയമവും ഇസ്ലാമിക ഭരണവും ഉള്ള ഒരു വ്യവസ്ഥക്ക് കീഴിൽ, ഒരു ഇസ്ലാമിക മതരാഷ്ട്രത്തിന് കീഴിൽ മാത്രം മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് വരെ യുദ്ധം ചെയ്യാനാണ് ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത് എന്നുമാണ് മൗദൂദി വ്യാഖ്യാനിച്ചിട്ടുള്ളത്. എന്ന് വെച്ചാൽ മൗദൂദിസത്തിൻ്റെ അടിസ്ഥാന വ്യാഖ്യാനം ഇതാണ്: ലോകത്ത് എല്ലാ മനുഷ്യരെയും ഇസ്ലാമിക ഭരണത്തിന് കീഴിലും ഇസ്ലാമിക നിയമത്തിന് കീഴിലും കൊണ്ടുവരുന്നത് വരെ ഒരു മുസ്ലിമിനും അടങ്ങിയിരിക്കാനുള്ള യാതൊരു അർഹതയുമില്ല. അവർ ആ അവസ്ഥ ലോകമാകെ ഉണ്ടാവുന്നത് വരെ, ലോകം മുഴുവൻ ഇസ്ലാമിന് കീഴടങ്ങുന്നത് വരെ വാളെടുത്ത് യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കണം. ഇന്ന് വാളെടുക്കണം എന്ന് പറയുന്നില്ല, ഇന്ന് തോക്കും ബോംബും മിസൈലൊക്കെ എടുത്താൽ മതി. യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക എന്നതാണ് ഓരോ മുസ്ലിമിൻ്റെയും കടമ എന്നാണ് മൗദൂദി വ്യാഖ്യാനിച്ചിട്ടുള്ളത്. ഇതിന്ന് കേരളത്തിലെ സോളിഡാരിറ്റിക്കാരോടൊക്കെ ചോദിച്ചാൽ ഒരു എല്ലാം ഇവിടെ നിന്നാണ് സ്കൂട്ടാവുകയുള്ളൂ. ഇതൊന്നും വിശദീകരിക്കാൻ നിൽക്കില്ല. കാരണം മൗദൂദിസം ഇന്ന് മൗദൂദികൾക്ക് തന്നെ ഒരു ബാധ്യത ആയതുകൊണ്ട് അവരത് ചാക്കിൽ കെട്ടി മറച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് മൗദൂദിയുടെ ഫിത്ന വ്യാഖ്യാനവും ദീൻ വ്യാഖ്യാനവും. ഇനി പ്രവാചകൻ പഠിപ്പിച്ച ചര്യകളുടെ അടിസ്ഥാനത്തിൽ എന്താണ് ഫിത്ന എന്ന് പരിശോധിക്കാൻ പോയി കഴിഞ്ഞാൽ, പ്രവാചകനെതിരായിട്ടുള്ള എന്തെങ്കിലും നേരിയ വിമർശനം, ഇസ്ലാം മതത്തിനെതിരായിട്ട് ഖുർആനെതിരായിട്ടോ ഉള്ള വിമർശനങ്ങൾ, പരിഹാസങ്ങൾ, ആക്ഷേപഹാസ്യങ്ങൾ, കവിത എഴുതലുകൾ, പാട്ടുപാടലുകൾ, ഇതെല്ലാം ഫിത്നയാണ്. ഇസ്ലാമിനെതിരായിട്ട് ആര് എന്ത് പ്രവൃത്തി ചെയ്താലും അതെല്ലാം ഫിത്നയാണ്. കൂടാതെ ഇസ്ലാമിൻ്റെ പേരിൽ ഭരണം നടത്തുന്ന ഒരു ഖലീഫയ്ക്കെതിരെ, ഒരു ഭരണാധികാരിക്കെതിരെ ഒരു ചെറുവിരൽ എവിടെയെങ്കിലും അനക്കിയാൽ അതും ഫിത്നയാണ്. ആ ഫിത്നകൾക്കൊക്കെ ഇസ്ലാം നൽകുന്ന പരിഹാരം, പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ളതും പരിശീലിപ്പിച്ചിട്ടുള്ളതുമായ പരിഹാരം എന്ന് പറയുന്നത് ഖാത്തിലൂ തന്നെയാണ്, വേറൊന്നുമല്ല. അതിന് പ്രവാചകൻ്റെ ജീവചരിത്രത്തിൽ തന്നെ ഇഷ്ടം പോലെ ഉദാഹരണങ്ങളുണ്ട്. നിങ്ങൾ ലിസ്റ്റ് ഓഫ് കില്ലിംഗ് ഓർഡേർഡ് ഓർ സപ്പോർട്ടഡ് ബൈ മുഹമ്മദ് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലൊരു ലിസ്റ്റ് അതിനകത്ത് കിട്ടും. ആ ലിസ്റ്റിൽ 44 കൊലപാതകങ്ങൾ നബി കൊട്ടേഷൻ കൊടുത്തിട്ട് നടത്തിയതിൻ്റെ വിവരങ്ങൾ ഇങ്ങനെ ചാർട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല, അത് നമ്മുടെ വിഷയമല്ല എന്നതുകൊണ്ട്. എന്തിനു വേണ്ടിയാണ് കൊലപാതകങ്ങൾ നടത്തിയിട്ടുള്ളത് എന്ന് പരിശോധിച്ചാൽ, ആരെങ്കിലും എവിടെയെങ്കിലും മുഹമ്മദിനെതിരായിട്ട്, പ്രവാചകനെതിരായിട്ട് പാട്ടുപാടുന്നുവെന്നോ കവിത ചൊല്ലുന്നുവെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രസംഗിക്കുന്നുവെന്നോ എന്തെങ്കിലും ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നുവെന്നോ കളിയാക്കുന്നുവെന്നോ ഒക്കെ മുഹമ്മദ് കേട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ മുഹമ്മദ് ഒരു കൊട്ടേഷൻ സംഘത്തെ രൂപീകരിക്കുകയും അങ്ങോട്ട് വിടുകയും അവരുടെ തല അറുത്തിട്ട് കൊണ്ടുവരാൻ പറയുകയും ആയിരുന്നു ചെയ്തത്. അങ്ങനെ അവർ പോയി തല അറുത്ത് കൊണ്ടുവരുമ്പോൾ ആ തല അറുത്ത് കൊണ്ടുവരുന്നവർക്ക് പാരിതോഷികങ്ങൾ കൊടുക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർക്ക് സ്വർഗത്തിലേക്ക് ടിക്കറ്റ് എഴുതി കൊടുക്കുകയും ഒക്കെയാണ് മുഹമ്മദ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ കൊട്ടേഷൻ കൊടുത്ത് കൊന്ന 44 സംഭവങ്ങളുടെ ലിസ്റ്റാണ്. അതിനകത്ത് 115 വയസ്സായ വൃദ്ധനുണ്ട്, ഗർഭിണിയും മുലയൂട്ടുന്ന അമ്മയും അടക്കമുള്ള സ്ത്രീകളുണ്ട്, കവികളുണ്ട്, എല്ലാ തരത്തിലുള്ള ആൾക്കാരും കലാകാരന്മാരും അങ്ങനെയുള്ളവരൊക്കെ അതിനകത്ത് ഉൾപ്പെടും. ഡാൻസ് ചെയ്ത പെൺകുട്ടികളെ വരെ ഇതുപോലെ കൊന്നിട്ടുണ്ട്. പിന്നെ ഫിത്നയുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫിത്നയായിട്ട് പറയുന്നത് ദീനിലേക്ക് വന്നിട്ട് അല്ലെങ്കിൽ ദീനിൽ ഉണ്ടായിരുന്ന ഒരാൾ ദീൻ വിട്ട് പുറത്തു പോവുക, മുർത്തദായി പോവുക എന്നുള്ളതാണ്. അത് ഭയങ്കരമായ ഫിത്നയാണ്. അതിന് യാതൊരു വിട്ടുവീഴ്ചയില്ല. ഇസ്ലാം വധശിക്ഷ നൽകുന്ന 3 കുറ്റകൃത്യങ്ങൾ പറഞ്ഞിട്ടുള്ളതിൽ ഒന്ന് അതാണ്. ഒന്ന് മറ്റൊരാളെ കൊന്നാൽ, കാരണം കൂടാതെ ഒരാളെ കൊന്നാൽ, മറ്റൊന്ന് വിവാഹിതർ വ്യഭിചരിച്ചാൽ, 3 മുർത്തദായാൽ, മതം ഉപേക്ഷിച്ചാൽ. ഈ 3 കാര്യങ്ങൾക്കാണ് ഇസ്ലാമിക
ശിക്ഷാ നിയമത്തിൽ വധശിക്ഷ ഉറപ്പായും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരാൾ മതം വിടുന്നത് ഫിത്നയാണ്. അങ്ങനെ മതം വിട്ട് ഫിത്ന കാണിച്ച ഒരുപാട് ആളുകളെ മുഹമ്മദ് കൈകാര്യം ചെയ്തതിൻ്റെ കുറേ ഉദാഹരണങ്ങൾ ഇസ്ലാമിൻ്റെ ചരിത്രത്തിലുണ്ട്. മുഹമ്മദിന് ശേഷം ഖലീഫമാരുടെ കാലത്തും നിരവധി ഉദാഹരണങ്ങളുണ്ട്. അതിൽ ഒരാൾക്ക് മുഹമ്മദ് അത്തരത്തിൽ ശിക്ഷ വിധിക്കുകയും അത് നടപ്പിലാക്കാൻ വേണ്ടി അനുയായികൾ വാളുമായിട്ട് കുറ്റവാളിയെ പോയി വളയുകയും ചെയ്ത സമയത്ത് ആ കുറ്റവാളിയെ മുഹമ്മദിൻ്റെ സന്തത സഹചാരിയായിരുന്ന, മുഹമ്മദിന് ഏറ്റവും പ്രിയപ്പെട്ടവനും ഏറ്റവും ബഹുമാന്യനുമായിട്ടുള്ള വ്യക്തി തന്നെ തടഞ്ഞ് സംരക്ഷിക്കുകയും ചെയ്ത രസകരമായ ഒരു കോമഡി കഥയും ഇസ്ലാമിൻ്റെ ചരിത്രത്തിലുണ്ട്. ആ കോമഡി കഥയിലെ മുർത്തദായ കഥാപാത്രമാണ് ഇസ്ലാം ചരിത്രത്തിലെ ആദ്യത്തെ എക്സ് മുസ്ലിം. ആ എക്സ് മുസ്ലിം പിന്നീട് ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ വലിയ സംഭവമായി വരുന്നുണ്ട്. ആ കഥ ഞാൻ പിന്നീട് പറയാം. ഇനി ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഫിത്നകൾക്ക്, ആഭ്യന്തര കലാപങ്ങൾക്ക് വിത്തുപാകിയതാരാണ്? അത് മറ്റാരുമല്ല, പ്രവാചകൻ തന്നെയാണ്. പ്രവാചകൻ തൻ്റെ വിശ്വസ്തരായ അനുയായികളോട് കാണിച്ചിട്ടുള്ള ചതിയും കുതന്ത്രവും അവർക്കിടയിൽ കാണിച്ചിട്ടുള്ള വിവേചനങ്ങളും അതുവഴി സൃഷ്ടിച്ചിട്ടുള്ള പ്രയാസങ്ങളുമാണ് ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ ആഭ്യന്തര ഫിത്നകൾ ആരംഭിക്കാൻ തന്നെ കാരണമായത്. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് അൻസാറുകളോട് മുഹമ്മദ് ചെയ്ത ചതി. അൻസാറുകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മുഹമ്മദും കൂട്ടരും മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയ സമയത്ത് അവരെ അവിടെ സ്വീകരിക്കുകയും അവരെ കുടുംബങ്ങൾക്കകത്ത് കുടുംബ ബന്ധുക്കളായി സാഹോദര്യ ബന്ധം സ്ഥാപിച്ചുകൊണ്ട് സ്വത്തവകാശം വരെ നൽകിക്കൊണ്ട്, 2 ഭാര്യമാരുള്ളവർ 1 ഭാര്യയെ വരെ നൽകിക്കൊണ്ട് സഹകരിക്കുകയും ചെയ്ത അൻസാറുകൾ, മദീനക്കാരായിട്ടുള്ള ഔസ് ഖസറജ് എന്ന് പറയുന്ന 2 ഗോത്രത്തിൽപ്പെട്ട അൻസാറുകൾ. ഈ അൻസാറുകളുമായിട്ട് മുഹമ്മദ് ഹിജ്റ പോകുന്നതിന് മുമ്പ് തന്നെ 3 വർഷം മുമ്പ് തന്നെ കരാറുകൾ ആരംഭിക്കുകയും 3 പല തവണയായിട്ട് അക്കബ ഉടമ്പടികൾ എന്ന പേരിൽ അവരുമായിട്ട് ഉടമ്പടി ഉറപ്പിക്കുകയും ആ ഉടമ്പടിയുടെ കരാർ അനുസരിച്ച് അവർ മുഹമ്മദിനെയും കൂട്ടരെയും അവിടെ സ്വീകരിക്കുകയുമാണ് ചെയ്തത്. ആ കരാറിൽ പ്രധാനമായിട്ടുണ്ടായിരുന്നത് നേതാവായിട്ട് അവർ മുഹമ്മദിനെ അംഗീകരിക്കും, മുഹമ്മദ് പറയുന്നതനുസരിച്ച് കാര്യങ്ങളെല്ലാം ചെയ്യും. അതുകൊണ്ടുണ്ടാവുന്ന നേട്ടങ്ങളും കോട്ടങ്ങളും ഇരു കൂട്ടരും തുല്യമായിട്ട് പങ്കുവയ്ക്കും. അങ്ങനെയായിരുന്നു കരാറ്. എന്ത് നേട്ടമുണ്ടായാലും, നേട്ടം എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും മറ്റുള്ളവരെ കൊള്ളയടിച്ചു കൊണ്ടിരുന്ന ആ മുതൽ ഓരി വെക്കുന്നതായിരുന്നു പ്രധാനപ്പെട്ട അന്നത്തെ നേട്ടങ്ങൾ. ആ മുതൽ ഓരി വെക്കുന്നതിലെ നേട്ടമടക്കം എല്ലാ നേട്ടങ്ങളും തുല്യമായി പങ്കുവയ്ക്കും, നീതിപൂർവം പങ്കുവയ്ക്കും എന്നായിരുന്നു കരാറ്. ഈ കരാറ് മുഹമ്മദ് പാലിച്ചില്ല എന്ന് മാത്രമല്ല, അൻസാറുകളെ ഒരു ഘട്ടമെത്തിയതോടുകൂടി കറിവേപ്പില പോലെ എല്ലാ രംഗത്തു നിന്നും വലിച്ചെറിയുന്നതാണ്, എടുത്ത് പുറത്തിടുന്നതാണ് പിന്നെ നമ്മൾ കാണുന്നത്. അത് ഭൗതിക കാര്യത്തിൽ മാത്രമല്ല, ആത്മീയ കാര്യത്തിൽ വരെ അൻസാറുകളെ പുറത്താക്കിയതിൻ്റെ ഉദാഹരണമുണ്ട്. അതിൻ്റെ ഉദാഹരണമാണ് അഷറത്തുൽ മുബശ്ശിറൂൻ എന്ന് പറയുന്ന ഈ ലിസ്റ്റ്. ഇസ്ലാം ചരിത്രത്തിൽ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കോമഡിയാണിത്. അഷറത്തുൽ മുബശ്ശിറൂൻ എന്ന് പറഞ്ഞാൽ സ്വർഗം പ്രോമിസ് ചെയ്യപ്പെട്ട, അതായത് മുഹമ്മദ് തന്നെ സ്വർഗം ഉറപ്പ് നൽകിയിട്ടുള്ള, പ്രവചിച്ചിട്ടുള്ള 10 പേര്. ആ 10 പേരുടെ ലിസ്റ്റാണ് ഈ കൊടുത്തിട്ടുള്ളത്. ആ 10 പേരുടെ ലിസ്റ്റിൽ ഒരൻസാറും ഇല്ല എന്നുള്ളതാണ് സത്യം. അബൂബക്കർ സിദ്ദീഖ്, ഉമർ ബിൻ ഖത്താബ്, ഉസ്മാൻ ബിൻ അഫ്ഫാൻ, അലി ബിൻ അബി താലിബ്, തൽഹത്ത് ബിൻ ഉബൈദുല്ല, സുബൈർ ബിൻ അവ്വാം, അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, സഅദ് ബിൻ അബി വക്കാസ്, സഈദ് ബിൻ സെയ്ദ്, അബൂ ഉബൈദ ഇബ്നു ജറ. ഈ 10 പേരും മുഹമ്മദിൻ്റെ കൂടെ ഹിജ്റ പോയ മക്കക്കാരാണ്. അപ്പോൾ സ്വർഗത്തിലേക്ക് മുഹമ്മദ് ഉറപ്പായിട്ടും ടിക്കറ്റ് എഴുതി കൊടുത്ത 10 പേരിൽ ഒരൊറ്റ അൻസാറുമില്ല എന്ന് പറഞ്ഞാൽ, അൻസാറുകളെ പരലോക കാര്യത്തിൽ പോലും മുഹമ്മദ് പരിഗണിച്ചില്ല, അവരെക്കുറിച്ച് ഓർത്തുപോലുമില്ല എന്നുള്ളതാണ് അതിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇനി ഭൗതിക കാര്യത്തിൽ വന്നാലോ, മുഹമ്മദ് അൻസാറുകളുടെ ചോരയും നീരും ഊറ്റിയെടുത്ത് അവരെ കൊലക്ക് കൊടുത്ത് മുഹമ്മദ് സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി പോലും അനേകം അൻസാറുകളെ പല പടയോട്ടങ്ങളിലും പ്രയോജനപ്പെടുത്തി അവരെ ആ നിലക്കെല്ലാം ഉപയോഗപ്പെടുത്തിയിട്ട് അവസാനം മക്ക ചതിയിലൂടെ കീഴടക്കുമ്പോൾ, ഒരു ചതിക്കരാറുണ്ടാക്കി ആ കരാർ ലംഘിച്ചുകൊണ്ട് മക്ക കീഴടക്കുന്നതോടുകൂടി
പിന്നെ ഭൗതിക കാര്യങ്ങളിലും അവരുമായി ഉണ്ടാക്കിയിരുന്ന കരാറ് നഗ്നമായി ലംഘിക്കുകയും അൻസാറുകൾക്ക് യുദ്ധമുതലുകൾ ഓരിവെക്കുമ്പോൾ ഒന്നും കൊടുക്കാതെ കിട്ടിയത് മുഴുവൻ മക്കക്കാർക്ക് വിതരണം ചെയ്യുകയും ചെയ്യുന്ന അനീതിയാണ് മുഹമ്മദ് അവരോട് ചെയ്തത്. അതോടുകൂടി അൻസാറുകളും മുഹാജിറുകളും തമ്മിൽ പ്രശ്നങ്ങൾ ആരംഭിച്ചു. ആദ്യത്തെ ഫിത്നയ്ക്കുള്ള എല്ലാ വിത്തും മുഹമ്മദ് അവിടെ പാകി. അപ്പോൾ മുഹമ്മദിനെ വിശ്വസിച്ച് എല്ലാ അർത്ഥത്തിലും നേതാവായി അംഗീകരിച്ച് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്ത അൻസാറുകളോട് മുഹമ്മദ് ചെയ്ത ചതിയാണ് അവരെ ഭൗതികമായിട്ട് എല്ലാ നേട്ടങ്ങളിൽ നിന്നും അവരെ അവസാന ഘട്ടത്തിൽ മുഹമ്മദ് വിജയം കൈവരിച്ചു, സ്വന്തം ലക്ഷ്യം നേടിയതോടുകൂടി അവരെ കറിവേപ്പില പോലെ തള്ളി. പരലോകത്ത് സ്വർഗം വാഗ്ദാനം ചെയ്തുകൊണ്ട് 10 പേരുടെ ലിസ്റ്റ് ഇറക്കിയപ്പോൾ അതിൽ ഒരു അൻസാറിനെ പോലും ഉൾപ്പെടുത്തണമെന്ന് മുഹമ്മദിന് തോന്നിയില്ല. അപ്പോൾ എല്ലാ അർത്ഥത്തിലും അവരെ തഴഞ്ഞു എന്ന് മാത്രമല്ല, തനിക്കു ശേഷം അധികാരത്തിലുണ്ടായിരിക്കേണ്ടത്, ഭരണത്തിലുണ്ടായിരിക്കേണ്ടത്, അധികാര സ്ഥാനങ്ങളിൽ ഉണ്ടായിരിക്കേണ്ടത് തൻ്റെ കുടുംബം മാത്രമാണെന്നും മക്കയിലുള്ള തൻ്റെ ഖുറൈശി വംശത്തിൽപ്പെട്ടവർ മാത്രമാണ് എന്നും മുഹമ്മദ് ഒരു ഉളുപ്പുമില്ലാതെ പരസ്യമായി പറഞ്ഞു വെച്ചതിൻ്റെ നിരവധി തെളിവുകൾ ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാം. അപ്പോൾ അധികാരങ്ങളും പദവികളും മുഹാജിറുകളായ മക്കയിലെ മുഹമ്മദിൻ്റെ കുടുംബക്കാർക്ക് മാത്രം എന്ന് സംവരണം ചെയ്തു. അവർക്ക് സ്വത്തിൽ വിഹിതം നൽകുന്നത് മക്ക വിജയത്തോടുകൂടി മുഹമ്മദ് നിർത്തലാക്കി. സ്വർഗത്തിൽ പോലും സ്വർഗം ഉറപ്പ് നൽകി ലിസ്റ്റ് ഇറക്കിയ കൂട്ടത്തിൽ ഒരാളെപ്പോലും ഉൾപ്പെടുത്താതെ മുഹമ്മദ് അൻസാറുകളെ ചതിച്ചു. ഇവിടെ നിന്നാണ് ഇസ്ലാമിൻ്റെ ഫിത്നയുടെ ആരംഭം. രാഷ്ട്രീയ ചരിത്രത്തിലെ ഫിത്നയുടെ ആരംഭം ഇവിടെ നിന്നാണ്. ഇനി നമ്മൾ ആ ഫിത്നകളുടെ ചരിത്രത്തിലേക്കാണ് കടക്കുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്ത് മുഹമ്മദ് മരണപ്പെടുന്നതിന് മുമ്പ് താൻ മരിച്ചാൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നതിനെ സംബന്ധിച്ച് മുഹമ്മദിൻ്റെ അള്ളാഹു ആയത്തിറക്കി. പക്ഷേ എങ്ങനെയുള്ള കാര്യങ്ങളിലാണ് ആയത്തിറക്കിയത്? മുഹമ്മദിൻ്റെ കുടുംബകാര്യങ്ങളിൽ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ ആയത്തുകൾ ഇറക്കി കൊടുത്തു. മുഹമ്മദ് മരിച്ചാൽ മുഹമ്മദിൻ്റെ ഭാര്യമാരെ വേറെ ആരും കല്യാണം കഴിക്കരുത് എന്നതും അത് അള്ളാഹുവിങ്കിൽ പെരുത്ത് ഗൗരവമുള്ള വിഷയമാണ് എന്ന അനുബന്ധത്തോടു കൂടി അള്ളാഹു ആയത്തിറക്കി. കാരണം ആയിഷയെ ഞാൻ കല്യാണം കഴിക്കും മുഹമ്മദിന് ശേഷം എന്ന് അവിടെ ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു നടക്കുന്നുണ്ട് എന്നുള്ള വിവരം അള്ളാഹുവിന് കിട്ടി. അപ്പോഴാണ് അള്ളാഹു ഈ ആയത്തിറക്കിയത്. ഇങ്ങനെ മുഹമ്മദിൻ്റെ ഭാര്യമാരുടെ കാര്യത്തിൽ വരെ ആയത്തിറക്കിയ അള്ളാഹു മുഹമ്മദ് മരിച്ചാൽ ഖലീഫ സ്ഥാനത്തിന് വേണ്ടി തൻ്റെ കുടുംബത്തിന് പുറത്തുള്ളവരെന്തായാലും വരില്ല. കാരണം അത് വരാതിരിക്കാനുള്ള പണി അള്ളാഹു മുഹമ്മദ് ആദ്യം ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അൻസാറുകൾ ഏതായാലും വരില്ല. ഇനി മുഹാജിറുകളായ തൻ്റെ കുടുംബത്തിൽപ്പെട്ടവർ തന്നെ തമ്മിലടിക്കാൻ സാധ്യതയുണ്ട് എന്ന് പോലും ആലോചിച്ച് അതിനൊരു മാനദണ്ഡം നിശ്ചയിക്കുകയോ അതല്ലെങ്കിൽ തൻ്റെ തൊട്ടടുത്ത പിൻഗാമിയെങ്കിലും നിശ്ചയിക്കുകയോ ചെയ്യുന്നതിൽ മുഹമ്മദിൻ്റെ അള്ളാഹുവും മറന്നുപോയി അല്ലെങ്കിൽ പരാജയപ്പെട്ടു. അപ്പോൾ മുഹമ്മദിന് ശേഷം ആര് ഖലീഫയാവണം എന്ന് പറഞ്ഞില്ല, ഖലീഫമാരെ എങ്ങനെ ആയിരിക്കണമെന്ന് പറഞ്ഞില്ല, എങ്ങനെ തിരഞ്ഞെടുക്കണം എന്നതിനൊരു മാനദണ്ഡവും ഖുർആനിൽ അള്ളാഹു ആയത്തായിട്ട് ഇറക്കിയില്ല, മുഹമ്മദ് കാര്യമായിട്ട് പറഞ്ഞു കൊടുക്കുകയും ചെയ്തില്ല. അങ്ങനെ മുഹമ്മദിൻ്റെ മരണത്തോടുകൂടി മുഹമ്മദിൻ്റെ അനുയായികൾ, മുഹമ്മദിൻ്റെ വീട്ടിലുണ്ടായിരുന്നവർ തമ്മിൽ തന്നെ അടി തുടങ്ങി എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ ഫിത്ന ചരിത്രം. ഫിത്ന ആദ്യം തുടങ്ങുന്നത് അൻസാറുകളാണ്. അങ്ങനെ നബിയുടെ മരണത്തോടുകൂടി അൻസാറുകൾ ഒരു ഭാഗത്തും മുഹാജിറുകൾ തന്നെ 2-3 ഗ്രൂപ്പായി പല ഭാഗത്തും അടുത്ത ഖലീഫയെ തിരഞ്ഞെടുക്കാൻ വേണ്ടി യോഗം ചേരുകയാണ്. നബിയുടെ മയ്യത്ത് അവിടെ കിടക്കുമ്പോൾ അതിൽ അബൂബക്കറും ഉമറും ഉസ്മാനും ഒക്കെ അടങ്ങുന്ന ഒരു വിഭാഗം അവരുടേതായ ഒത്തുകളികളിലൂടെ കരുക്കൾ നീക്കിക്കൊണ്ടിരുന്നു. അപ്പുറത്ത് അലിയാണ് അടുത്ത ഖലീഫയാവേണ്ടത് എന്ന് വാദിച്ചുകൊണ്ട് അതിൻ്റെ തെളിവുകളൊക്കെ നിരത്തിക്കൊണ്ട് വേറൊരു വിഭാഗം രംഗത്ത് വരുന്നു. അലി നേരിട്ട് അതിൽ ആദ്യഘട്ടത്തിൽ പങ്കെടുക്കുന്നില്ല. അലി നബി മരിച്ചു കിടക്കുമ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്നൊക്കെയാണ് പറയുന്നത്. എന്നാൽ അലി ഖലീഫയാവണം എന്ന് വാദിക്കുന്ന ആളുകൾക്ക് അവരുടേതായ കുറേ ന്യായങ്ങളുണ്ടായിരുന്നു. നബി അങ്ങനെ ആഗ്രഹിച്ചിരുന്നു എന്നും നബി അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നും സൂചന നൽകിയിട്ടുണ്ട് എന്നൊക്കെയാണ്
അലി പക്ഷക്കാർ പറയുന്നത്. അലിയെ അവർ പ്രവാചകൻ്റെ പിൻഗാമിയായിട്ട് പ്രവാചകൻ തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ട് എന്ന് പറയാൻ അവർ തന്നെ ഉയർത്തി കാണിക്കുന്ന കുറേ തെളിവുകളുണ്ട്. അതിലൊന്ന്, വിടവാങ്ങൽ പ്രസംഗത്തോടനുബന്ധിച്ച് നബിയുടെ അവസാനത്തെ ഹജ്ജത്തുൽ വിദായിൽ അലിയുടെ കൈ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് 10,000-കണക്കിന് ആളുകളുടെ മുമ്പിൽ വെച്ച് നബി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്നെ മൗല ആയിട്ട് അംഗീകരിക്കുന്നത് പോലെ അലിയെയും മൗല ആയിട്ട് അംഗീകരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ മൗല ആയിട്ട് അംഗീകരിക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അടുത്ത ഖലീഫ അലിയാണ് എന്നാണ് അതിന് ആ പക്ഷം വ്യാഖ്യാനം നൽകുന്നത്. അതേപോലെ തന്നെ മറ്റൊരു തെളിവായിട്ട് പറയുന്നത്, നബി മരിക്കുന്നതിന് 1-2 ദിവസം മുമ്പ് ഒരു വസിയത്ത് എഴുതാനാണ് ഒരു കടലാസും പേനയും കൊണ്ടുവരൂ എന്ന് പറഞ്ഞ് നബി ആവശ്യപ്പെട്ടു എന്നും, പക്ഷേ ഉമർ അങ്ങനെ കടലാസും പേനയും കൊടുക്കാൻ വിസമ്മതിച്ചു എന്നും പറയുന്ന ഒരു ഹദീസുണ്ട്. അത് അലിക്ക് വസിയത്ത് എഴുതി കൊടുക്കാനായിരുന്നു എന്നാണ് അലി പക്ഷക്കാരുടെ വ്യാഖ്യാനം. ഉമർ ബോധപൂർവം അത് തടയുകയായിരുന്നു എന്നാണ് അവർ പറയുന്നത്. അങ്ങനെയുള്ള 2-3 തെളിവുകൾ പറഞ്ഞുകൊണ്ടും മറ്റു അലിയും നബിയും തമ്മിലുള്ള കുടുംബപരമായിട്ടും മതപരമായിട്ടും ഒക്കെയുള്ള ബന്ധങ്ങൾ പറഞ്ഞുകൊണ്ടും അലിയാണ് ഖലീഫയാവാൻ ഏറ്റവും യോഗ്യൻ എന്ന് വാദിക്കുന്ന അലി പക്ഷം ഒരു ഭാഗത്ത്, മറുഭാഗത്ത് ഉസ്മാനും ഉമറും അബൂബക്കറും എല്ലാം കൂടെ ചേർന്ന വേറൊരു സംഘം, വേറെയും ചില വിഭാഗങ്ങൾ ഇതിൽപ്പെട്ട ആളുകളൊക്കെ തന്നെ ഖലീഫമാരാക്കാൻ വേണ്ടിയിട്ടുള്ള ചരടുവലികളുമായിട്ട് മറ്റു പലയിടത്തും കൂട്ടം കൂടിയിരുന്നു എന്നും പറയുന്നുണ്ട്. അങ്ങനെ അടുത്ത ഖലീഫയാര് എന്നതിൻ്റെ അധികാര തർക്കം നബിയുടെ മയ്യത്ത് മറവ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ തുടങ്ങി എന്നർത്ഥം. ഈ ഫിത്നകൾക്കെല്ലാം വഴിമരുന്നിട്ട് കൊടുത്തത്, വിത്തിട്ട് കൊടുത്തത് മുഹമ്മദും മുഹമ്മദിൻ്റെ അള്ളാഹുവുമാണ് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. കാരണം അള്ളാഹു മനുഷ്യൻ്റെ സാമൂഹ്യ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു വിഷയമാണിത്. ഏത് കാലത്തും മനുഷ്യർ തർക്കിക്കാനും തമ്മിലടിക്കാനും സാധ്യതയുള്ള അത്യന്തം ഗുരുതരമായിട്ടുള്ളൊരു വിഷയമാണ് ആർക്ക് അധികാരം, എങ്ങനെ അധികാരികളെ തിരഞ്ഞെടുക്കും എന്നുള്ള വിഷയം. അതിനൊരു തീർപ്പ് കൽപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു നിർദ്ദേശം വെച്ചുകൊണ്ട് ഈ ഉമ്മത്ത് തമ്മിലടിക്കാതിരിക്കാനുള്ള ഒരു മരുന്ന് അള്ളാഹു ഒരു ആയത്തായിട്ട് കൊടുത്തില്ല, നബി ഒരു ഹദീസായിട്ടും മര്യാദക്ക് കൊടുത്തില്ല. ഇത് തന്നെയാണ് മയ്യത്ത് മറവ് ചെയ്യുന്നതിന് മുമ്പ് മുസ്ലിം ഉമ്മത്ത് തമ്മിലടി തുടങ്ങാനുള്ള, ഫിത്ന തുടങ്ങാനുള്ള അടിസ്ഥാന കാരണം. ഇത് ചിന്തിക്കുന്നവർക്ക് ഒരു 1.5 ദൃഷ്ടാന്തമാണ്. എന്നാൽ നബി മരിച്ചാൽ ആയിഷേനെ ആരും കെട്ടരുത് എന്ന് പറഞ്ഞ് നബി ആയത്ത് ഇറക്കിയിട്ടുമുണ്ട്. അപ്പോൾ അത്രയും നിസ്സാരമായ കാര്യം, ആയിഷ ജീവിച്ചിരിക്കുന്ന കാലത്ത് മാത്രം ബാധകമായ, അതിനുശേഷം നൂറ്റാണ്ടുകൾ മനുഷ്യരാശിക്ക് ഒരു പ്രയോജനവും ഇല്ലാത്ത നബിയുടെ കുടുംബകാര്യം പറഞ്ഞുകൊണ്ട്, നബി മരിച്ചാലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആയത്ത് ഇറക്കിയിട്ടുണ്ട് അല്ലാഹു. അത് വലിയ ഗൗരവമുള്ള വിഷയമാണെന്ന് ആ ആയത്ത് തന്നെ പറയുന്നുണ്ട്. പക്ഷേ അങ്ങനത്തെ അള്ളാഹുവിന് അത്രയൊന്നും ഗൗരവമുള്ള വിഷയമായിട്ട് ഇത് തോന്നിയില്ല. അതിൻ്റെ ഫലമോ 14 നൂറ്റാണ്ടായിട്ട് ഈ തമ്മിൽ അടി എന്ന ഫിത്നയിലൂടെ ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളാണ് പരസ്പരം വെട്ടിമരിച്ചത്. ഇപ്പോഴും അത് തുടരുകയും ചെയ്യുന്നു. അങ്ങനെ ഉസ്മാനും അബൂബക്കറും ഉമറും ഒക്കെ കൂടെ ഗൂഢാലോചന നടത്തി അബൂബക്കറിനെ 1ാമത്തെ ഖലീഫയായിട്ട് പ്രഖ്യാപിക്കുന്നു. 1ാം ഖലീഫ അബൂബക്കർ അധികകാലം ജീവിച്ചിരുന്നിട്ടില്ല. ആകെ 3 വർഷത്തിൽ താഴെയാണ് അദ്ദേഹത്തിൻ്റെ ഭരണം ഉണ്ടായിരുന്നത്. ആ കാലത്ത് അബൂബക്കറിന് ഒരുപാട് ഫിത്നകളെ നേരിടേണ്ടി വന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഫിത്ന റിദ്ദത്ത് എന്ന് പറയുന്ന ഫിത്നയാണ്. കൂട്ടത്തോടെ മതം വിട്ടുപോയി ഒരുപാട് ആൾക്കാർ. ആ മതം വിട്ടുപോയവരെ തിരിച്ചു കൊണ്ടുവരികയോ അതല്ലെങ്കിൽ അവരെ തോൽപ്പിക്കുകയോ ചെയ്യുക എന്ന ഒരു പരിഹാര മാർഗം ആദ്യം അബൂബക്കറിൻ്റെ മുമ്പിൽ വലിയൊരു കീറാമുട്ടിയായിട്ട് വന്നു. അതിനു വേണ്ട പടയൊരുക്കങ്ങളും കാര്യങ്ങളൊക്കെയാണ് അബൂബക്കറിൻ്റെ ഭരണകാലത്ത് കാര്യമായിട്ട് നടന്നത്. മതം വിട്ടുപോവുക മാത്രമല്ല, മുഹമ്മദിൻ്റെ കൂടെ കൂടി മുഹമ്മദിൻ്റെ നിയമങ്ങളൊക്കെ അനുസരിച്ച് സ്ഥിരമായിട്ട് സക്കാത്തും ടാക്സും ഒക്കെ കൊടുത്തുകൊണ്ടിരുന്ന പല ഗോത്രങ്ങളും മുഹമ്മദ് മരിച്ചതോടുകൂടി ഞങ്ങൾക്ക് കരാറുണ്ടായിരുന്നത് മുഹമ്മദുമായിട്ടാണ്, ഇനി ഞങ്ങൾ വേറെ ആരുമായിട്ടും കരാറില്ല, ഞങ്ങൾക്കിനി വേറെ ഒരു നേതാവൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ ഗോത്രക്കാരും
അവരുടെ പൂർവ്വസ്ഥിതിയിലേക്ക് വിട്ടുപോയി. അതുകൂടാതെ കുറേ ഗോത്രക്കാർ, ഒരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാരുള്ള അനവധി ഗോത്രക്കാർ അപ്പുറത്ത് യമാമയിൽ മുസൈലിമ എന്ന് പറയുന്ന ഒരു പ്രവാചകൻ സമാന്തരമായിട്ട് അവിടെ ആയത്തിറക്കിക്കൊണ്ടും നാട് ഭരിച്ചുകൊണ്ടും രാജാവായിട്ടും ഉണ്ടായിരുന്നു. അയാൾ വളരെ പ്രഗത്ഭനായിരുന്നു, വളരെ കഴിവുള്ള ആളായിരുന്നു. അയാളുടെ വെളിപാടുകൾക്ക് മുഹമ്മദിൻ്റെ വെളിപാടുകളെക്കാളൊക്കെ നിലവാരം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ മുഹമ്മദ് മരിച്ചതോടുകൂടി മുഹമ്മദിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരുപാട് ഗോത്രങ്ങൾ കൂട്ടത്തോടെ മുസൈലിമയുടെ പിന്നാലെ പോയി. ഒരു പ്രവാചകൻ വേണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ജീവിച്ചിരിക്കുന്ന പ്രവാചകൻ്റെ കൂടെ പോവാം എന്ന് തീരുമാനിച്ച് കുറേ ആൾക്കാർ അങ്ങനെ പോയി. കുറേ ആൾക്കാർ സ്വന്തം ഗോത്രവുമായിട്ട് വിട്ടുപോയി. ഇവരുമായിട്ടുള്ള ഇടപാടൊക്കെ നിർത്തി, ഇനി ഇവർക്ക് ടാക്സും നികുതിയൊന്നും കൊടുക്കണ്ട, നമ്മളെ പാട് നോക്കി പോകാമെന്ന് പറഞ്ഞ് പോയി. അൻസാറുകളാണെങ്കിൽ ആദ്യം തന്നെ അവർക്ക് സ്വന്തമായിട്ടൊരു ഭരണം, അവർക്കൊരു നേതാവും എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഇസ്ലാമിൽ നിന്ന് വിട്ടുപോകാനുള്ള നീക്കങ്ങൾ അവരും തുടങ്ങി. അപ്പോൾ ഇവരെല്ലാവരും വീണ്ടും ഒന്നിപ്പിച്ച് മുഹമ്മദ് കൊണ്ടു നടന്നിരുന്ന പോലെ തന്നെ കൊണ്ടുപോകണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കി അതിനുവേണ്ട സൈനിക നടപടികളാണ് പിന്നെ അബൂബക്കർ സ്വീകരിച്ചത്. അതിൻ്റെ ഇടക്ക് വീട്ടിൽ തന്നെ, പ്രവാചകൻ്റെ വീട്ടിലും ഇവരുടെയൊക്കെ വീടുകൾക്കകത്ത് തന്നെ ഫിത്തനകൾ വേറെ ആരംഭിച്ചു. ആ ഫിത്തനകൾക്ക് മുഹമ്മദിൻ്റെ കാലത്ത് തന്നെ വിത്തുപാകിയിട്ടുള്ള കുറേ സംഭവങ്ങൾ കാരണമായിട്ടുണ്ട്. അലിയും ആയിഷയും തമ്മിൽ നേരത്തെ തന്നെ ഉടക്കുണ്ട്. അത് വേറെ പല സംഭവങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് തുടങ്ങിയ ഉടക്കാണ്. ആ ഉടക്ക് കാരണം അലി ഒരു കാരണവശാലും ഖലീഫയായിട്ട് വരരുത് എന്ന ഏറ്റവും വലിയ നിർബന്ധം ഉണ്ടായിരുന്നത് ആയിഷയ്ക്കും വേറെ ചിലർക്കുമാണ്. അതിന് അലിയോട് നേരത്തെ തന്നെ വിദ്വേഷം ഉണ്ടായിരുന്ന ആളുകളാണ് അവർ. അലിയുടെ ഭാര്യയായിരുന്നു മുഹമ്മദിൻ്റെ ഓമനപുത്രിയായ ഫാത്തിമ. മുഹമ്മദിൻ്റെ മകളായ ഫാത്തിമ അലിയുടെ ഭാര്യയായിരുന്നു. അലിക്കും ഫാത്തിമയ്ക്കും കാര്യമായി വരുമാനമൊന്നും ഉണ്ടായിരുന്നില്ല, ജീവിക്കാനുള്ള വകയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവർക്ക് അധികാര സ്ഥാനത്ത് വരാൻ ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും അത് കിട്ടാതെ വന്നപ്പോൾ അവർ ജീവിക്കാനുള്ള വഴി തേടി. അങ്ങനെ ഫാത്തിമ അവളുടെ ബാപ്പാൻ്റെ സ്വത്തിൽ അവകാശം ചോദിച്ചുകൊണ്ട് അബൂബക്കറിനെ സമീപിച്ചു. മുമ്പ് കൊള്ളയടിച്ച കുറേ തോട്ടങ്ങളും സ്വത്തുക്കളൊക്കെ ഉണ്ട് അവിടെ, ഫതക്കിലൊക്കെയുള്ള തോട്ടം. അത് തനിക്ക് അവകാശപ്പെട്ടതാണ്, മകൾ എന്ന നിലയ്ക്ക് എനിക്ക് വാപ്പാൻ്റെ സ്വത്തിൽ അവകാശം തരണം എന്ന് പറഞ്ഞുകൊണ്ട് ഖലീഫയുടെ അടുത്ത് വന്നു. കാരണം ഈ സ്വത്തെല്ലാം കൈകാര്യം ചെയ്യുന്നത് ഖലീഫയാണ്. കാരണം ഇതെല്ലാം ഖലീഫ എന്നുള്ള നിലയ്ക്ക് മുഹമ്മദ് കൈകാര്യം ചെയ്തിരുന്നതാണ്. ഇപ്പോൾ ഖലീഫ മാറുമ്പോൾ ആ സ്വത്തിൻ്റെ എല്ലാം അധികാരം ഇങ്ങോട്ട് കൈമാറിയിട്ടുണ്ട്. അപ്പോൾ ഫാത്തിമയ്ക്ക് അവളുടെ വാപ്പാൻ്റെ സ്വത്തിൽ അവകാശം വേണം എന്ന് പറഞ്ഞു വന്നു. അതിന് ചില സാങ്കേതിക കാരണങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് കൊടുക്കാതെ മടക്കി അയച്ചു. അങ്ങനെ ഫാത്തിമ നിരാശയായിട്ട് വീട്ടിലേക്ക് പോയി. അലിയാണെങ്കിൽ ഈ ഇടപാടിലൊന്നും താല്പര്യമില്ലാതെ അബൂബക്കറിന് ബൈഅത്ത് ചെയ്യാതെ വീട്ടിൽ പോയി വാതിലടച്ചിരിക്കുകയായിരുന്നു. ഖലീഫയെ അംഗീകരിക്കാതെ വീട്ടിൽ പോയിരിക്കുകയായിരുന്നു. അങ്ങനെ ഖലീഫയെ അംഗീകരിക്കാതെ വീട്ടിലിരിക്കുക എന്ന് പറയുന്നാൽ അതൊരു ഫിത്തനയാണ്. അപ്പോൾ ആ ഫിത്തനയ്ക്കെതിരായിട്ട് അബൂബക്കർ ഉമറിനെയും അതുപോലുള്ള തലവന്മാരെയും അലിയുടെ വീട്ടിലേക്ക് ഒരു ഗുണ്ടാ സംഘത്തെ പോലെ പറഞ്ഞയച്ചു. അത് ഉമറിൻ്റെ നേതൃത്വത്തിലാണ് ആ ഗുണ്ടാ സംഘം അലിയുടെ വീട്ടിൽ പോയത്. അലിയുടെ വീട്ടിൽ പോയിട്ട് അലി വാതിൽ തുറന്നില്ല. അങ്ങനെ അവർ വീട് വളഞ്ഞ് അക്രമം തുടങ്ങി. വീടിൻ്റെ വാതിൽ ചവിട്ടിപ്പൊളിച്ച് അകത്ത് കയറാൻ ശ്രമിച്ചു. വാതിൽ ചവിട്ടിപ്പൊളിക്കുമ്പോൾ തന്നെ ആ വാതിലിൻ്റെ അടുത്ത് നിന്നിരുന്ന ഫാത്തിമ, ഗർഭിണിയായ ഫാത്തിമ, വാതിൽ തലയിൽ കൂടെ വീണ് ഗർഭം അലസിപ്പോവുകയും ഫാത്തിമയ്ക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു എന്നാണ് ഒരു വേർഷൻ. എന്നാൽ ഷിയാക്കളുടെ വേർഷനിൽ പറയുന്നത് വാതിൽ ചവിട്ടിപ്പൊളിക്കുക മാത്രമല്ല, വീടിന് തീ വെച്ചു എന്നാണ്. തീ വെച്ചപ്പോൾ അലി ചെറിയ കുട്ടികളെ രണ്ടിനെയും രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടത്തുന്നതിൻ്റെ ഇടയിൽ വീടിൻ്റെ മേൽക്കൂര, ഫാത്തിമയുടെ മേൽക്കൂര തകർന്നു വീണു. അങ്ങനെയാണ് ഫാത്തിമയ്ക്ക് പരിക്കേറ്റത് എന്നാണ്. എന്തായാലും ആ പരിക്ക് ഗുരുതരമായിരുന്നു. പിന്നെ ഫാത്തിമ അധികം ജീവിച്ചിരുന്നില്ല. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഫാത്തിമ മരണപ്പെടുന്നു. ഫാത്തിമ മരിക്കുമ്പോൾ അലിയോട് പറയുന്നത്, എൻ്റെ ശവം രാത്രി തന്നെ ആരും കാണാതെ മറവ് ചെയ്യണം, അത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി
സൂക്ഷിച്ചു വെക്കരുത് എന്ന് വസിയത്ത് കൊടുത്തിട്ടാണ് ഫാത്തിമ മരിച്ചു പോകുന്നത് എന്നാണ്. അങ്ങനെ അലി ഒറ്റയ്ക്ക് രാത്രി കുഴികുത്തി ഫാത്തിമയെ മറവ് ചെയ്തു എന്നാണ് ഷിയാ ചരിത്രത്തിലും ഏറെക്കുറെ സമാനമായ വിവരണങ്ങൾ തന്നെയാണ് സുന്നി ചരിത്രത്തിലും കാണുന്നത്. എന്തായാലും ആദ്യത്തെ ഫിത്ന നടന്നത് മുഹമ്മദിൻ്റെ സ്വന്തം വീട്ടിലാണ് എന്നതാണ്, സ്വന്തം കുടുംബത്തിനകത്താണ് എന്നാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഇതൊന്നും സാധാരണക്കാരായ നമ്മുടെ ആരംഭപ്പൂവി, മുത്ത് പൂമകൾ, ഫാത്തിമ ബീവി എന്നൊക്കെ പാട്ടുപാടി നടക്കുന്ന നമ്മുടെ സാധാരണ മുസ്ലിങ്ങൾക്ക് അറിയാത്ത ചരിത്രമാണിത്. കാരണം ഈ ചരിത്രമൊന്നും സാധാരണ മൂല്യന്മാർ വയലു പറയുമ്പോൾ പറഞ്ഞു കൊടുക്കില്ല. അതുകൊണ്ട് സാധാരണ മുസ്ലിം വിശ്വാസികൾക്കൊന്നും ഈ ഫിത്നയുടെ കഥയൊന്നും കാര്യമായിട്ട് അറിയില്ല. അങ്ങനെ ഇസ്ലാമിക ഫിത്നയുടെ ആദ്യത്തെ രക്തസാക്ഷിയായി മാറുന്നത് മുത്ത് റസൂലിൻ്റെ മുത്തുപൂമകൾ ഫാത്തിമ തന്നെയാണ്.